നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കൊല്ലത്ത് കടപ്പാക്കടയിൽ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു. കൊലക്കേസ് പ്രതിയുടെ കയ്യും കാലും പോലീസ് തല്ലിയൊടിച്ച് എന്ന് പരാതി. തൃശൂരിലാണ് പരാതിയുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത്. മോഷണക്കേസ് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കാണാതായ യുവാവിന്റെ കൊലപാതക കേസ് തെളിഞ്ഞു. വീടിനുള്ളിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലത്ത് കടപ്പാക്കടയിൽ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി വിഷ്ണു എസ് പിള്ളയാണ് കൊല്ലപ്പെട്ടത്. അഭിഭാഷകനായ അച്ഛൻ ശ്രീനിവാസ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. കൊല്ലത്ത് കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി വിഷ്ണു എസ് പിള്ളയാണ് കൊല്ലപ്പെട്ടത്. അഭിഭാഷകനായ ശ്രീനിവാസ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. ഇന്ന് രാവിലെയാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുവിന് ചെറിയ രീതിയിൽ മാനസിക പ്രശ്നമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ശ്രീനിവാസ പിള്ള തൂങ്ങി മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീനിവാസ പിള്ളയും ഭാര്യയും മകൻ വിഷ്ണുവുമാണ് കടപ്പാക്കടയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. വിഷ്ണുവിന്റെ അമ്മ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഇന്ന് രാവിലെ ഇവർ തിരിച്ചെത്തിയപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശ്രീനിവാസ പിള്ളയെയും വിഷ്ണുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഭിഭാഷകനായ ശ്രീനിവാസ പിള്ള കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. വീടിന് പുറത്ത് ട്യൂഷൻ സെന്ററുകളുടെയും നിർമ്മാണ കമ്പനികളുടെയും ഹോട്ടൽ സർവീസിന്റെയും ഒക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും ശരിക്കുള്ള സ്ഥാപനങ്ങളല്ലെന്നും മകന്റെ സന്തോഷത്തിനു വേണ്ടി അച്ഛൻ വെറുതെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതാണെന്നും കോർപ്പറേഷൻ കൗൺസിലർ പറഞ്ഞു. വിഷ്ണു 2 തവണ വിവാഹം കഴിച്ചിരുന്നു. 2 കല്യാണങ്ങളും നിയമപരമായി വേർപിരിഞ്ഞു. ഒരിക്കൽ വിഷ്ണു വീടിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് ചാടി കാല് ഒടിയുകയും ചെയ്തിരുന്നു. വീട്ടിൽ വരുന്നവരോടൊക്കെ ഇത് അഭിമാനത്തോടെ വിഷ്ണു പറഞ്ഞിരുന്നതായും കൗൺസിലർ ഓർക്കുന്നു. കടപ്പാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിസ്മയ ന്യൂസ്, കൊല്ലം. കൊലക്കേസ് പ്രതിയുടെ കയ്യും കാലും പോലീസ് തല്ലിയൊടിച്ച് എന്ന് പരാതി. തൃശൂരിലാണ് പരാതിയുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത്. കഴിഞ്ഞ രാത്രി ലഹരി പാർട്ടിക്ക് ഇടെയാണ് പോലീസ് പ്രതികളെ പിടിക്കാൻ എത്തിയതും ഗുണ്ടകളുടെ ആക്രമണം തടയുന്നതിനിടെ കൊലക്കേസ് പ്രതിയുടെ കയ്യും കാലും തല്ലി ഓടിക്കേണ്ട സ്ഥിതി ഉണ്ടായതും. തൃശൂർ നല്ലങ്കരയിൽ ലഹരി പാർട്ടിക്കിടെ ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർ കയ്യും കാലും തല്ലിയൊടിച്ചെന്ന കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്ത്. പരിക്കേറ്റ ബ്രഹ്മജിത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. അക്രമി സംഘത്തിലെ 6 ഗുണ്ടകൾക്കും പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ബർത്ത്ഡേ പാർട്ടിക്കിടെ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരുന്നത്. നല്ലങ്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷമീല എന്ന സ്ത്രീയാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. തന്റെ 2 മക്കളായ അൽത്താഫും അഹദും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞാണ് മാതാവ് ഷമീല പോലീസിനെ വിളിച്ചത്. ഇവരുടെ കൂട്ടുകാരും സംഘർഷത്തിൽ പങ്കാളികളായിരുന്നു. ഇവരെല്ലാവരും ബഹളമുണ്ടാക്കി തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് ഷമീലയുടെ പരാതി. വിവരമറിഞ്ഞ ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പാഞ്ഞെത്തി. സ്ഥിതി പന്തികേടാണെന്ന് തോന്നി രണ്ടാമതൊരു വണ്ടി കൂടി പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും വന്നു. പിന്നീട് 2 പോലീസ് ജീപ്പുകളിലായി ഉദ്യോഗസ്ഥർ വന്നിട്ടും ഇവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് മണ്ണുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമെത്തി. അങ്ങനെ 3 ജീപ്പുകളിലായി പോലീസ് ഉദ്യോഗസ്ഥർ വന്നു. ഉദ്യോഗസ്ഥർ 8 പേരും പ്രതികൾ 7 പേരും ഉണ്ടായിരുന്നു. പ്രതികളുടെ കയ്യിൽ വടിവാളും കമ്പിവടികളും ഉണ്ടായിരുന്നു. പ്രതികളെ പിടികൂടാൻ നോക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിട്ടു. തുടർന്ന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ബ്രഹ്മജിത്തിന്റെ കയ്യും കാലും പോലീസ് തല്ലിയൊടിച്ചത്. വിസ്മയ ന്യൂസ്, തൃശൂർ. മോഷണക്കേസ് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കാണാതായ യുവാവിന്റെ കൊലപാതക കേസ് തെളിഞ്ഞു. കോഴിക്കോട് നിന്നും കാണാതായ പലിശക്കാരന്റെ കൊലപാതക കേസാണ് തെളിഞ്ഞത്. 1.5 വർഷം മുമ്പ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മായനാട് താമസിച്ചിരുന്ന ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഒരു സംഘം ഹേമചന്ദ്രനെ കൊന്ന് തമിഴ്നാട്ടിലെ ചേരമ്പാടിയിലെ വനത്തിൽ കുഴിച്ചിടുകയായിരുന്നു. 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഹേമചന്ദ്രനെ കാണാതായ ദിവസം തന്നെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവസ്ഥലത്ത് കേരള പോലീസും തമിഴ്നാട് പോലീസും ഡോഗ് സ്ക്വാഡും എത്തി ഇന്ന് രാവിലെ 8 മണിയോടെ പരിശോധന തുടങ്ങി. പ്രതികളിൽ ഒരാളാണ് ഹേമചന്ദ്രനെ കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. ഹേമചന്ദ്രന്റെ ഫോൺ ഉപയോഗിച്ച് പ്രതികൾ കുടുംബത്തെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1-നാണ് ഇയാളെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിച്ചത്. തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. അടുത്തിടെ പ്രതികളിൽ ഒരാളെ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടി. അയാളിൽ നിന്ന് ലഭിച്ച സൂചനകളാണ് ഹേമചന്ദ്രന്റെ തിരോധാന വിവരം പുറത്തുവരാൻ ഇടയാക്കിയത്. ചെറുകിട ചിട്ടി നടത്തുന്ന വ്യക്തിയായിരുന്നു ഹേമചന്ദ്രൻ കുറച്ചു വ്യക്തികൾക്ക് പണം നൽകാനുണ്ടായിരുന്നു. ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വരാൻ ഹേമചന്ദ്രനോട് പ്രതികൾ ആവശ്യപ്പെട്ടു. തുടർന്ന് അവർ ഹേമചന്ദ്രനെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. പിറ്റേ ദിവസം ഹേമചന്ദ്രൻ മരിച്ചു. തൊട്ടടുത്ത ദിവസം പ്രതികൾ മൃതദേഹം ചേരമ്പാടിയിലെത്തിച്ച് കുഴിച്ചുമൂടി. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യങ്ങളാണ് തെളിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. വീടിനുള്ളിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലത്ത് ഇരവിപുരത്ത് സുനാമി കോളനിയിലാണ് യുവാവ് കഞ്ചാവ് നട്ട് വളർത്തിയത്. 2 കഞ്ചാവ് ചെടികളാണ് പോലീസ് സംഘം പിടികൂടിയത്. കൊല്ലത്ത് നിന്നും എക്സൈസ് സംഘം 2 പേരെ കഞ്ചാവുമായി പിടികൂടി.
വൈദ്യശാലയ്ക്ക് സമീപത്ത് നിന്നാണ് രണ്ടുപേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഇരവിപുരത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് പിടിയിലായി. വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ ശ്യാംലാലിനെയാണ് പോലീസ് പിടികൂടിയത്. വീടിന്റെ സ്റ്റെയർകേസിന്റെ അടിയിലാണ് ഇയാൾ കഞ്ചാവ് ചെടികൾ നട്ട് പരിപാലിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതും ആളെ കസ്റ്റഡിയിലെടുത്തതും. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിലാണ് കഞ്ചാവ് ചെടികൾ ചട്ടിയിൽ നട്ടുവളർത്തിയത്. ഫ്ളാറ്റിന്റെ സ്റ്റെയർകേസിനടിയിലായിരുന്നു ഇവ പരിപാലിച്ചിരുന്നത്. 2 മാസത്തോളം വളർച്ചയെത്തിയ 2 വലിയ കഞ്ചാവ് ചെടികളും ഒരു ചെറിയ ചെടിയും പിടിച്ചെടുത്തു. ഇരവിപുരം സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇയാൾക്ക് കഞ്ചാവ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലം ഈസ്റ്റ് വൈദ്യശാല മുക്കിലും കഞ്ചാവുമായി 2 യുവാക്കളെ പിടികൂടിയിരുന്നു. രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. എടത്തറ വീട്ടിൽ വിഷ്ണു, മൺറോത്തുരുത്ത് നെന്മേനി അഞ്ജലി വീട്ടിൽ കോട്ടൻ എന്ന് വിളിക്കുന്ന അർജുൻ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. വിസ്മയ ന്യൂസ്, കൊല്ലം. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റു ദിവസം കാണാം. നന്ദി, നമസ്കാരം.